പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേക്കച്ചൻ അനാവരണ പരമ്പരയുടെ 7ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് മിഷൻ 60യുടെ 44ാം ദിനം. ഇത് കേക്കച്ചനല്ല, പൊങ്ങച്ചൻ. ചില രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചിലർക്ക് പണത്തോട് അമിത ആസക്തിയുണ്ട്, ചിലർക്ക് പെണ്ണിനോട് അമിത ആസക്തിയുണ്ട്, ചിലർക്ക് മണ്ണിനോട് അമിത ആസക്തിയുണ്ട്, അതുപോലെ അവാർഡുകളോട് അമിത ആസക്തിയുള്ള ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഈ കേക്കച്ചനെ പൊങ്ങച്ചൻ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എവിടെ അവാർഡ് കിട്ടുമെന്നറിഞ്ഞാലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു അവാർഡ് പോയി മേടിക്കുന്നത് കണ്ടു, ചിൽഡ്രൻ മെമ്മോറിയൽ അവാർഡ്. തൊഴിലുറപ്പുകാർ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ഇദ്ദേഹം പോയി മേടിക്കും. അത് ചെറുതാണ് അല്ലെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇയാളുടെ ഒരു റേഞ്ച് ഒന്ന് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ അവാർഡുണ്ടോ ഇയാൾ അവാർഡ് മേടിക്കും. കാരണം PR ക്യാമ്പയിനിലൂടെ ഒരു ബലൂണ് വീർപ്പിച്ച പോലെ കുറഞ്ഞ സമയം കൊണ്ട് വീർപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ഫിഗറാണ് ഈ കേക്കച്ചൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ PR ഏജൻസികൾ ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ, എവിടെ ഒരു അവാർഡിൻ്റെ ഗുണം എന്താ വെച്ച് പറഞ്ഞാൽ, ഇവരുടെ ഏജൻസികൾ ചെയ്യുന്ന പണി എന്താ വെച്ച് പറഞ്ഞാൽ, കേക്കച്ചന് ഇന്ന ഒരു അവാർഡ്, പ്രത്യേകിച്ച് താല്പര്യമുള്ള മേഖലകളെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി 10 പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കുള്ള ഒരു ഐഡിയ പറഞ്ഞു തരികയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകൾ കൊടുക്കുന്ന ഏത് അവാർഡും പറയുന്ന പൈസയ്ക്ക് ഇയാൾ ചാടി മേടിക്കും. പെന്തക്കോസ്ത് സംഘടനകളായിക്കോട്ടെ, ക്രൈസ്തവ സംഘടനകളായിക്കോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ നാമത്തിൽ ഏർപ്പെടുത്തുന്ന ഒരു ശ്രേഷ്ഠ പുരസ്കാരം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നല്ല, കേട്ടാൽ ഒരു ഗുമ്മുള്ള ഒരു ടൈറ്റിലിട്ട് ക്രൈസ്തവ സംഘടനകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളുടെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞാൽ, അതിന് വേണ്ടുന്ന സകല പണവും അതിൻ്റെ സ്പോൺഷിപ്പ് എന്ന നിലയ്ക്ക് ഇദ്ദേഹം തരും. ആ അവാർഡ് കൊടുത്താൽ മതി. അപ്രകാരം 4-5 ലക്ഷം രൂപ കൊടുത്ത് ഒരു അവാർഡ് മേടിച്ചാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 5 ലക്ഷം രൂപ കച്ചവടത്തിൽ ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ 5 ലക്ഷം രൂപ 5 കോടിയാക്കി എടുക്കാൻ പറ്റും. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ PR VD സതീശന് ഇത്തവണത്തെ ശ്രേഷ്ഠ പുരസ്കാരം, അത് പൈലറ്റ് എപ്പിസോഡായിട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിലും മാധ്യമങ്ങളിലുമെല്ലാം വാർത്ത വരും. അടുത്തത്, ഈ അവാർഡ് കൊടുക്കുന്ന ആ ദിവസം തത്സമയം മാധ്യമങ്ങളെ അറിയാമല്ലോ, സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്കെല്ലാം പൈസ കൊടുത്തിരുന്ന മാധ്യമങ്ങളെല്ലാം അത് തത്സമയം കവർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം കൊടുക്കും. അവാർഡ് കൊടുക്കുന്നവർ ഇദ്ദേഹത്തെ പൊക്കി പറഞ്ഞു കൊടുക്കും. അവിടുത്തെ വിശിഷ്ടാതി, ഏതെങ്കിലും ഒരു വിശിഷ്ടാതി ആയിരിക്കുമല്ലോ അവിടെ നൽകുവാൻ വരുന്നത്, അദ്ദേഹം ഇയാളെ കിളത്തി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ലൈവ്, അതിനുശേഷം ആ പോസ്റ്റ് ഇവൻ്റ് മൈലേജ്, അവാർഡിൻ്റെ അടുത്ത ദിവസം പത്രമാധ്യമങ്ങളിൽ വീണ്ടും വാർത്ത വരും. അങ്ങനെ കുറഞ്ഞത് ഒരു 5 കോടി രൂപ ഈ 5 ലക്ഷം രൂപയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്രകാരം എവിടെ അവാർഡ് കിട്ടുമോ അവിടെ എല്ലാം പോയി അവാർഡ് മേടിക്കാൻ ശ്രമിക്കും. ഇതുപോലെ നമുക്കറിയാൻ, ശ്രദ്ധിച്ചാൽ കാണാം, ഇതുപോലൊരു പൊങ്ങനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു അല്പനായ രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നേരം ശ്രീ PS രാജേന്ദ്ര പ്രസാദിൻ്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ, ഈ കേക്കച്ചന് ഇത്തരത്തിലുള്ള അവാർഡുകളോടും ആദരവുകളോടുമുള്ള ആ ആർത്തിയെക്കുറിച്ച് PS രാജേന്ദ്ര പ്രസാദ് പറയുന്നത് കേൾക്കുക. ഞാൻ ഒരു ദിവസം പറവൂർ ബസ് കയറാൻ നിൽക്കുകയാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ബസ്സിൻ്റെ സൈഡിൽ 128 അവാർഡുകൾ നേടി VD സതീശൻ. 128. ഞാനിത് ആലോചിച്ചു, 128 അവാർഡ്, ഇത് എവിടെ നിന്ന്? അപ്പോൾ എവിടെ നിന്നൊക്കെയോ താങ്കൾ പറഞ്ഞതുപോലെ എവിടെ നിന്നൊക്കെയോ അവാർഡുകൾ. അപ്പോഴാണ് ഞങ്ങൾ ഇവൻ്റെ ഈ അവാർഡിനോടുള്ള ഭ്രമം, രോഗം. അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പല ആളുകൾക്ക് പണം കൊടുത്തേക്കിട്ട്, ഞാൻ ഈ ഒരു തൃപ്രയാർ ഒരു അവാർഡിനെ കൊടുത്തപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച്. അപ്പോൾ എന്താണ്, അവിടെ ഒരു കടലാസ് സംഘടനയാണ്, ഓഫീസ് പോലുമില്ല. ഈ കടലാസ് സംഘടനയ്ക്ക് പൈസ കൊടുത്തിട്ട് അത് വാർത്തയൊക്കെയാണ്, ജില്ലാ വാർത്ത. ഇവൻ്റെ പേര് കേട്ട് കഴിയുമ്പോൾ ഇവൻ്റെ ചിലവിലുള്ള പത്രക്കാർ പല സ്ഥലങ്ങളിലുള്ളതിൻ്റെ പേരിൽ, മാധ്യമങ്ങളിലുള്ളതിൻ്റെ പേരിൽ ഇവർ ഈ വാർത്ത കൊടുക്കും. അത് കൊടുക്കുന്നവൻ ആരാണെന്നൊന്നും നോക്കില്ല. സതീശൻ്റെ പേര് കണ്ട എന്തോ വലിയ സംഭവം പോലെ വാർത്ത കൊടുക്കും. ഇങ്ങനെ ഈ തൃപ്രയാർ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമില്ല, അതിൻ്റെ ഒരു അവാർഡ്. അന്ന് പോലെയാണ് ഇവൻ്റെ ഈ സൂത്രത്തിലുള്ള ഈ അവാർഡ് വാങ്ങി പേരുണ്ടാക്കുന്ന നടപടി. ഒരു പൊങ്ങച്ചോണത്, 100 ചില്ലാൻ അവാർഡ് എനിക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ആ ഒരു പൊങ്ങച്ചം. അപ്പോൾ ആളുകൾ പറയുമ്പോൾ 128 അവാർഡ് കിട്ടിയത് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇതാണ് ചോദിക്കുന്നത്. എന്തിന് കിട്ടി, എന്ത് ചെയ്തിട്ട് കിട്ടി? ഇത് ആളുകൾ അന്വേഷിക്കുന്നില്ല.
ഞാനപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം, ഇതിന് ശേഷമാണ് ഇവൻ അയർലൻഡിൽ പോയി. അയർലൻഡിൽ പോയപ്പോൾ അവിടെ 1200 ചില്ലാനും പേര് അയർലൻഡിൽ മലയാളികളുണ്ട്. ഈ മലയാളികളിൽ ഇവനെ സ്വീകരിക്കാൻ വേണ്ടി 20 പേരാണ് എയർപോർട്ടിൽ ചെന്നത്. ഈ 20 പേരിൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൽ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളൊക്കെ ആയിരുന്നു. ഇത് വ്യാപകമായി അറിയുന്നില്ലെങ്കിലും മലയാളികൾ പലരും അറിഞ്ഞ് ഞാനുമായി ബന്ധപ്പെട്ടു. ഇത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിപ്പുകാരുടെ കൂടെയാണ് സതീശൻ, ഞങ്ങളവർ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അവൻ വന്നേക്കണം എന്തിനാണ് കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ കൂടെ ഉള്ള പല ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്കൊരു നെഗറ്റീവ് ചിന്താഗതി വന്നു. പിന്നെ എന്തോ എൻജോയ്മെൻറ്റിന് പോയതാണെന്നാണ് ഞാൻ കരുതിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊരു അവിടെ ഒരു ചർച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു അവാർഡ് പ്രഖ്യാപനവും, ഇന്ത്യയിലെ ഏറ്റവും മികച്ച MLAക്കുള്ള അവാർഡ് VD സതീശന്. എന്നിട്ട് അയർലൻഡിലെ അവിടുത്തെ ഭരണാധികാരിയാണ് അത് കൊടുക്കുന്നത്, അവിടുത്തെ മേയറോ അത് ആ സ്ഥാനമുള്ള ഒരാളാണ് ഇത് കൊടുക്കുന്നത്. കോൺസുലേറ്റുമായുള്ള മെയിൻ ആള് അവരാണത് കൊടുക്കുന്നത്. ഒരു സ്ത്രീയായിരുന്നു ഒന്ന് വനിത, അവരാണത് കൊടുക്കുന്നത്. അങ്ങനെ ആ ചിത്രമൊക്കെ കണ്ട് അത് ഞാൻ വിലയിരുത്തിക്കൊണ്ട് അന്ന് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലിട്ട്, ഇന്ത്യയിലെ 28 സംസ്ഥാനത്തിലെ MLAമാരെ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അയർലൻഡിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ അവാർഡ് തട്ടിക്കൂട്ടുന്നത്. അതെങ്ങനെ 2 മണിക്കൂർ? അപ്പോൾ ഇവൻ്റെ ഒരു ക്യാരക്ടർ ആളുകൾ പരിശോധിക്കുന്നില്ല. ആളുകൾ കാണുന്ന പത്രവാർത്തയാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച MLAക്കുള്ള അവാർഡ് VD സതീശന്. ആളുകൾ ഇതാ കാണുന്നുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ഫ്രോഡ് പണിയാണെന്നും സ്വന്തം ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പണം കൊടുത്ത് രൂപപ്പെടുത്തിയതാണെന്നും ജനങ്ങൾ അറിയുന്നില്ല. അതാണ് ശരിക്കും ഒരു പൊങ്ങച്ചനാണ് പറഞ്ഞാൽ കറക്റ്റ്. അതുപോലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ മുഖ്യ പ്രഭാഷകനായി ക്ഷണിച്ചു എന്ന് പറഞ്ഞ് അല്ലേ, അതെന്തായാലും സംഭവം? നമ്മൾ ഈ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രസംഗിക്കാനുള്ള ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഇവൻ്റെ ഇംഗ്ലീഷ് ഭാഷ ഒരിക്കലും ഒരു ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പോയി സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ തെളിവ് ആ പുനർജനി കേസിന് വേണ്ടി വിദേശത്ത് പോയി പ്രസംഗിക്കുമ്പോൾ ഇവൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയും. അങ്ങനെയുള്ള ഒരാളെയാണ് വിദേശത്ത് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ കുറേ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്കൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ആരെന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ വിദേശത്ത് പോയിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാനുള്ള ഒരു റേഞ്ചൊന്നും സതീശനില്ല. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മലയാളികൾ, ഞാനുമായി അടുപ്പമുള്ളൊരു സുഹൃത്ത് അവിടുത്തെ ഫോട്ടോസ് അയച്ചു തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ നടന്ന സംഭവം ഓക്സ്ഫോർഡ് സർവകലാശാലയല്ല സതീശനെ ക്ഷണിച്ചേക്കണം, അവിടെ ലോക്കൽ മലയാളികൾ ക്ഷണിച്ചിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഒരു ഹോള് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ നടത്തിയ പ്രോഗ്രാമാണ്. ഈ 3-4 നേഴ്സുമാരുടെ, അതായത് ഇയാളുടെ ശിങ്കിടികളായിട്ടുള്ള 3-4 നേഴ്സുമാരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ കൂടെ ചേർന്ന് ചെയ്ത ഒരു 5-6 ഫാമിലി ചേർന്ന് അവിടെ ഭർത്താക്കന്മാരുള്ളവരൊന്നും ഇല്ല. അതെ, ഫോട്ടോ എനിക്ക് കിട്ടിയതിൽ ഇപ്പൊ ഇതിനകത്ത് അവിടെ ആർക്കും റൂം വാടകയ്ക്ക് എടുക്കാം. ഇതിനോട് ചേർന്നുള്ള സർവകലാശാലയോട് ചേർന്നുള്ള നിരവധി റൂമുകൾ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഇവൻറ്റുകൾക്ക് ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുക്കുന്ന പോലെ ആ ചെറിയ ഹാള് വാടകയ്ക്ക് എടുത്ത് ഇവർ തട്ടിക്കൂട്ടിയ ഒരു പരിപാടി. ഇയാൾ ഒരു കോട്ടൊക്കെ ഇട്ട് നിന്ന്, അന്ന് നമ്മളത് i2 ന്യൂസ് അത് വാർത്ത കൊടുത്തിരുന്നു, ഇയാളൊരു കോട്ടൊക്കെ ഫിറ്റ് ചെയ്ത് നിന്ന് ഈ ആരോ എഴുതി കൊടുത്തൊരു സാധനം അവിടെ നിന്ന് വായിച്ചിട്ട് പോന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ട സാമാജികൻ എന്നൊക്കെ പറഞ്ഞ് യുവമാരിടുക. പിറ്റേ ദിവസം പത്രത്തിൽ ഇയാൾ കോട്ടൊക്കെ ഇട്ട് നിന്ന് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ഫോട്ടോ വന്ന് ഇപ്പോൾ ആളുകൾ ഓർക്കിടാ ഇയാൾ സംഭവം കൊള്ളാമല്ലോ. അന്നേരം ഇയാളെ അന്നേരമാണ് PR ഏജൻസികൾ പൊസിഷനിങ് എന്ന് പറയും. അതായത് ഓരോ വ്യക്തികളുടെയും ഇമേജ് ഒരു പൊസിഷനിങ്, ഇയാളെ പ്രോപ്പറായിട്ടൊരു പൊസിഷനിങ്, ഇയാളൊരു വലിയ കാലിബറുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള ഒരാളാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ലക്ഷ്യത്ത് വെച്ച് പോകുമ്പോഴത്തേക്കും ആ സ്ഥലത്തിൽ പ്രദർശിപ്പിക്കാവുന്ന ഒരു ഫിഗറാണ് എന്ന് വരുത്തുവാനുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പെയ്ഡ് PR ക്യാമ്പയിനുകളാണിത്. അതുപോലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എന്തോ ഒരു അവാർഡ് നടന്നത്, എന്തായിരുന്നു സംഭവം? തിരുവനന്തപുരത്തല്ലത് മറ്റേ കാസർഗോഡല്ലേ, ഈ അത് തന്നെ അത് എവിടെയായിരുന്നത്? അത് കാസർഗോഡായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് കാസർഗോഡാണല്ലോ. അദ്ദേഹം ആ അവാർഡ് ഇവൻ വിലക്കെടുത്തതാണ്. കാരണം ഈ കുഞ്ഞിക്കണ്ണന്റെ മകൻ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ സ്റ്റാഫാണ്. ആ സ്റ്റാഫിന്റെ ഭാര്യയാണ് വട്ടിയൂർക്കാവിൽ മത്സരിച്ച ഒരു പെൺകുട്ടി. ആ കുട്ടിയാണ് കഴിഞ്ഞ തവണ പോസ്റ്റർ ആക്രിക്കടയിൽ തൂക്കി വിറ്റൊരു വിവാദമൊക്കെ ഉണ്ടായില്ലേ, ആ പെൺകുട്ടി. അപ്പൊ ആ പെൺകുട്ടിക്ക് ഇത്തവണ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയാണ്
ഈ നാടകമൊക്കെ ഇവന് അവാർഡ് കൊടുക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാൾക്ക് ഈ സീറ്റ്, അതായത് ഈ അവാർഡിന്റെ രോഗം, അതായത് അവാർഡ് കിട്ടിയാൽ ഇയാൾ കമന്ന് വീഴും എന്നുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ. അതെ, എന്തെങ്കിലും ലക്ഷ്യം. അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണനെ പോലുള്ളൊരു നല്ല വ്യക്തിത്വം ഉണ്ട് ആ പുള്ളി. കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗാന്ധിയൻ, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഒരു അവാർഡൊന്നും സതീശന് കൊടുക്കാൻ പാടില്ല. സതീശനെ പോലുള്ള ഒരു ഫ്രോഡിന് കൊടുക്കാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ വഴങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അത് ജീവനക്കാരനായതുകൊണ്ടാണ്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെ ജീവനക്കാരനാണ് കുഞ്ഞിക്കണ്ണൻ്റെ മകൻ. അപ്പോൾ ഈ അവാർഡുകൾ ഇങ്ങനെ വാരി കൂട്ടുന്ന കാര്യത്തിൽ നമ്മുടെ പൊങ്ങച്ചൻ മോശമല്ല. അതുകൊണ്ട് നമ്മൾ ഈ പേര് മാറ്റി, കേക്കച്ചൻ എന്നുള്ളത് മാറ്റി ഇവന് പൊങ്ങച്ചൻ എന്ന് ഇന്ന് മുതൽ ഇടുവാണ്. അതുകൊണ്ട് നിരവധി ഒതുക്കീശൻ, അങ്ങനെ പല പല പേരുകൾ ഇയാൾക്കുണ്ട്. അതുകൊണ്ട് ഇയാളുടെ ഈ അവാർഡിനോടുള്ള ഇതൊരു രോഗമാണ്. ഓരോന്നിനോടും ഓരോ ആസക്തി ഉള്ളതുപോലെ അവാർഡെന്ന് കേട്ടാൽ കമന്നു വീഴുന്ന ഈ പൊങ്ങച്ചൻ, കാരണം ഉള്ളിൽ ശൂന്യതയാണ്. ഏച്ച് കെട്ടിയും വെച്ച് കെട്ടിയും ഈ ഇങ്ങനെ മൊത്തത്തിൽ ഇത് വീർപ്പിച്ച് നിർത്തിയേക്കുന്ന ഒരു രൂപമാണിത്. അതുകൊണ്ട് അതിൽ ആ വൃത്തികേടുകൾ കാണാതിരിക്കുവാൻ ഒരു മറയായി അവാർഡുകൾ വാങ്ങി കെട്ടിത്തൂക്കി നിൽക്കുവാൻ ശ്രമിക്കുന്ന ഈ പൊങ്ങച്ചനെ നിങ്ങൾ തിരിച്ചറിയണം. PR എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊരു പരിധിയില്ലേ എൻ്റെ പൊങ്ങച്ച. PR എന്നൊക്കെ പറയുന്നത് അതൊരു കൈയടക്കത്തോടു കൂടി ചെയ്യണം. ഇത് ആക്രാന്തം മൂന്നിട്ട് ഇത്തരത്തിലുള്ള കള്ളപ്പണം ഇവന്മാരുടെ മറ്റേ വന്ന ഈ KPCCയുടെയും മറ്റവരുടെയും മറ്റേ കളങ്കിതന്മാരുടെയും എല്ലാം അടിച്ചു മാറ്റിയ കള്ളപ്പണം ഉണ്ടെന്ന് കരുതി PR ചെയ്യുന്നതിനൊരു കൈയടക്കം ഉണ്ടാവണം. അതിനൊരു സ്കെയിലുണ്ട്. അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് കോക്കാമ്പീച്ചിയായി ആളുകൾ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ ഇതുകൊണ്ടോ എവിടെയെങ്കിലും ആളുകൾ, ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകാരോ പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ എറിഞ്ഞിടുന്നത് നമ്മുടെ ബോച്ചയായിരുന്നു. അതായത് എവിടെയെങ്കിലും പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യമേ പറയുന്ന ഒരു സംസാരം വെച്ചാൽ ബോച്ചയെ പോയി കണ്ടു കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ ഒരു 3-4 ലക്ഷം രൂപ തരും. പരിപാടി നടത്താൻ, പരിപാടി ഗംഭീരമാവും. ഇന്ന് കേരളത്തിലുള്ളവർ ഓരോ സാംസ്കാരിക സംഘടനകളായിക്കോട്ടെ, മതസംഘടനകളായിക്കോട്ടെ, മറ്റ് തീവെട്ടിക്കൂട്ടങ്ങളായിക്കോട്ടെ, അവർക്ക് 10 പൈസയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് കേക്കച്ചന്, ഈ പൊങ്ങച്ചന് ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കിലിയും കിട്ടും. പൊങ്ങച്ചൻ തന്നെ പറയും എനിക്ക് അവാർഡ് തരുവാൻ ഞാൻ തന്നെ ആളെ കൊണ്ടുവരും. അതിന് നമ്മുടെ KC വേണുഗോപാലോ ഇപ്പോൾ ഇങ്ങനെ തട്ടമൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. KC വേണുഗോപാലോ അല്ലെ ഇതുപോലുള്ള ഇയാൾക്ക് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇയാൾക്ക് PR വാല്യൂ ആക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള വിശിഷ്ടാതിഥിയെ കൊണ്ടുവരും. ഒന്ന് പരിപാടി നടത്താനുള്ള ഫണ്ട് തരും. അതിന് നല്ല രീതിയിലുള്ള മാധ്യമ കവറേജ് കിട്ടും. ചിക്കിലിക്ക് കാശും കിട്ടും. അവാർഡിനുള്ള സാധനം റെഡിയാക്കി ഇയാളുടെ PR ഏജൻസി കൊണ്ട് ട്രോഫി പോലും മേടിച്ച് കൊടുക്കണ്ട. അതുപോലും ഇയാളുടെ നല്ല ഫോട്ടോ ഒക്കെ വെച്ച് ഗംഭീര ഒരു നല്ല വാല്യൂ ഉള്ള ഒരു അവാർഡ് കൊടുക്കാനുള്ള ശില്പവും അണിയിക്കാനുള്ള പൊന്നാട, സർട്ടിഫിക്കറ്റ്, ഫലകം എല്ലാം ഇവന്മാരുടെ ടീം കൊണ്ടു കൊടുക്കും. അത് കൊടുക്കാനുള്ള ആളെ വരെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവനെ പൊങ്ങച്ചാന്നല്ലാതെ വേറെ എന്തച്ചാന്നാണ് നമ്മൾ വിളിക്കാവുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഏറടിച്ച് കയറ്റുന്ന പോലെ തൻ്റെ പേഴ്സണാലിറ്റി ചുരുണ്ട് കൂടി ഒട്ടിയിരിക്കുന്ന ആ പേഴ്സണാലിറ്റി വലിച്ചു നീട്ടാൻ ശ്രമിക്കുന്ന ഈ നാണം കെട്ടവനെ, ഈ പൊങ്ങച്ചനെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഏച്ച് കെട്ടിയും വെച്ച് കെട്ടിയും നിൽക്കുന്ന ഇവനെ വേണോ, ഇവനാണോ ഈ പാർട്ടിയെ നയിക്കേണ്ടത്? പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ഇവൻ വട്ടുകളിക്കുകയാണ്. കഴിഞ്ഞ 4.5 കൊല്ലമായി ചൊറിയും കുത്തിയിരിക്കുന്ന ഈ നാണം കെട്ടവൻ എന്ത് നേട്ടം? ഈ അവാർഡുകൾ കൊടുക്കുന്നവർ ദയവായി നിങ്ങൾ സ്വയം അഭാസിതാകരുതേ. ആളുകൾ നിങ്ങളെ നോക്കി ചിരിക്കും. കാരണം ഇവൻ ഏറ്റവും നല്ല സാമാജികനാണെന്നോ, ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവാണെന്നോ, ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവാണെന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും, എടാ ഇവൻ ഈ ഇത്രയും കൊല്ലം ഇരുന്നിട്ട് ഈ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നഷ്ടപ്പെടുത്തിയ ഈ നാറിയാണോ മിടുക്കൻ, അല്ലെങ്കിൽ മാതൃകാ പുരുഷൻ, നല്ല നേതാവ്? 2021 ഫണ്ട് മുക്കിയ ഈ നാണം കെട്ട ഈ തീവട്ടിക്കൊള്ളക്കാരനാണോ ഇവിടുത്തെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് ഉടമ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ട് ഇവൻ എന്താ തേങ്ങയാണ് ഇവൻ മറിച്ചത്? ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനങ്ങൾ? ഇവൻ നിയമസഭയിൽ ശബ്ദം മുഴക്കിയത് ആർക്കു വേണ്ടി? പിണറായിയുടെ കള്ളക്കമ്മട്ടങ്ങൾക്ക് കൂട്ടുപിടിച്ച് അതിൻ്റെ പങ്ക് പറ്റി ഇല വരെ നക്കി കൊടുക്കുന്ന ഇവൻ ഈ നാണം കെട്ടവനാണോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവ്? സ്ത്രീകളെ ഇറക്കി നല്ല നല്ല നേതാക്കന്മാരെയും വ്യക്തിത്വങ്ങളെയും അപമാനിക്കുന്ന, നാണം കെടുത്തുന്ന ഈ ഒതുക്കീശൻ, ഈ പൊങ്ങച്ചൻ, ഈ നാണം കെട്ടവനാണോ ഇവിടുത്തെ നേതാവ് എന്ന് നിങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ദയവായി ഈ പൊങ്ങച്ചന്, ഈ നാണം കെട്ടവന്, ഇല്ലാത്ത പേഴ്സണാലിറ്റി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഇവന് നിങ്ങൾ അവാർഡുകൾ കൊടുത്ത് ആ അവാർഡിൻ്റെ മഹത്വം പോലും കളയരുത് എന്ന് മാത്രം നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങൾക്കെന്തോ വ്യക്തിവൈരാഗ്യം ഈ നാണം കെട്ട വ്യക്തിയോടുണ്ടെന്ന്. ഇല്ല, ഈ നാണം കെട്ടവൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ
ഈ പ്രസ്ഥാനത്തിൻ്റെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കണ്ട് സഹിക്കവയ്യാഞ്ഞ് 2016 2021 ഇവിടെ ആവർത്തിക്കാതിരിക്കുവാൻ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്, ആ മിഷൻ 60യുടെ ഭാഗമായി അതിൻ്റെ 44-ാം ദിനത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കി ദയവായി നിങ്ങൾ ഇവരെ മനസ്സിലാക്കുക. ഈ പൊങ്ങച്ചനെ നിങ്ങൾ മനസ്സിലാക്കുക. സതീശൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പണ്ടൊരു പൊൻകുരിശു തോമ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതെന്തോ സംഭവം? ഈ പൊൻകുരിശു തോമ ഈ ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കൃഷ്ണൻ്റെ പടം കാണിക്കുക. ഒരു ഫോട്ടോയുടെ ഒരു വശത്ത് കൃഷ്ണൻ്റെ ഫോട്ടോവും മറുവശത്ത് ക്രിസ്തുദേവൻ്റെ ഫോട്ടോവുമാണ്. അപ്പോൾ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പിച്ചേണ്ടാൻ പോകുന്നതാണ്. അപ്പം ഈ യേശുദേവസിൻ്റെ ഫോട്ടോ കാണിക്കും. അത് ഇനി അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ഹിന്ദുവിൻ്റെ ആണെങ്കിൽ നേരെ ഫോട്ടോ തിരിച്ചു പിടിക്കും. ഇതേ സ്വഭാവമാണ്. ഇയാൾക്ക് 3 ഫോട്ടോ ഉണ്ട് പുള്ളിയുടെ പെട്ടിക്കകത്ത്. ഒന്ന് മുസൽമാൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും, ഇപ്പം മലപ്പുറത്തൊക്കെ ചെല്ലുമ്പോൾ മറ്റേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഖുറാനാണ്. ഖുറാനെ കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് പൊന്നാനിയിൽ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പക്ഷെ നിങ്ങളുടെ കൂടെയാണ്. ഞാൻ എൻ്റെ വിശ്വാസം, എൻ്റെ മാർഗദർശി മറ്റേ നബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രസംഗിക്കും. അപ്പോൾ അവിടെ ഇരിക്കണം മുസ്ലിങ്ങൾ വിചാരിക്കും, ഞങ്ങളോട് ഇത്രയും ബഹുമാനം, ഞങ്ങൾക്കൊരു സംരക്ഷകൻ, ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു മെസ്സേജാണ്, ഒരു തെറ്റായ മെസ്സേജ്, ഒരു എന്താണ് പറയണത്, അങ്ങനെ ഒരു ഇമേജാണ് ഇയാൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ നേരെ കോട്ടയത്ത് ചെന്നു. കോട്ടയത്ത് ചെല്ലുമ്പോൾ ബൈബിളിലെ ഓരോ കാര്യങ്ങൾ എടുത്തിടും. ബൈബിളിൽ സങ്കീർത്തനങ്ങൾ ഞാൻ ഇത്ര അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വാക്യങ്ങളാണ് അതിൽ കണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് ബൈബിളിനെ കുറിച്ചൊരു പ്രസംഗം കലക്കും. അത് കഴിഞ്ഞായിരിക്കും പിന്നെ പോകുന്നത് ശിവഗിരിയിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാമിമാർ പോലും എൻ്റെ മുമ്പിൽ തോറ്റുപോകും. ഇത്രയധികം ഗുരുദേവന അവിടുത്തെ സ്വാമിമാർ പോലും അത്രയും പരിപാലിച്ചിട്ടുണ്ട്. അതായത് ദൈവദശകമൊക്കെ കാണാൻ ചൊല്ലും, ഗുരുദേവ കീർത്തനങ്ങളെല്ലാം കാണാപ്പാടം പഠിച്ച് പറയും. ദൈവദശകവും ഇതെല്ലാം പറഞ്ഞ് എന്തോ ഗുരുദേവ ഭക്തനാണെന്നുള്ളൊരു രീതി. ഞാൻ ശ്രീനാരായണീയൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചല്ലോ പുള്ളി. ശ്രീനാരായണീയൻ. അന്ന് ഇത്രയും വലിയൊരു ഈഴവ വിരോധി ഇവനെ പോലെ വേറെ ആരുമില്ല. അതാണ് അതിൻ്റെ ഒരു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഇപ്പം കടക്കുന്നില്ല. പക്ഷെ ഒരു ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ, കെ സുധാകരനെ ഇത്രയും മിടുക്കനായ കഴിവുള്ള പ്രാപ്തിയുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ തകർത്തത് അദ്ദേഹം ഒരു ഈഴവനായതുകൊണ്ടാണ്, ഒരു ഈഴവ വിരോധിയായതുകൊണ്ടാണ്. എന്നാലോ ഈഴവനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവരുടെ സ്വന്തം ആളായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പൊൻകുരിശു തോമനെ പോലെ ഒരു ആത്മാർത്ഥതയില്ലാതെ സ്വന്തം നേട്ടത്തിന് വേണ്ടി കളിക്കുന്നൊരു കളിയാണ് രാഷ്ട്രീയ രംഗത്ത് ഈ മതശക്തികളോട്, വർഗീയ ശക്തികളോട്. ഇവൻ എന്തെല്ലാം ആണ് പറയുന്നത്. ഞാനൊരു മതത്തിൻ്റെയും കാലുപിടിക്കില്ല, ഒരു വർഗീയ ശക്തികളുടെ കാലുപിടിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി രാത്രിയാകുമ്പോൾ ഇവൻ്റെ വീട്ടിലാണ്. SDPI നമുക്കറിയാം, തൊടുപുഴയിലെ മാഷ കൈവെട്ടി മാറ്റിയത്, ജോസഫ് സാറിൻ്റെ കൈവെട്ടി മാറ്റിയത് നമുക്കറിയാം. അപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷന് ഈ ഇവരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങിയ പോസ്റ്ററുകൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ജോസഫ് മാഷിനെ വെട്ടിയെടുത്ത കൈപ്പത്തിയാണ് ഞങ്ങളുടെ കൈപ്പത്തിയെന്ന്. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ വർഗീയ കക്ഷികളോട് കൂട്ടുകൂടി, അതുപോലെ സ്വന്തം ആവശ്യം, സ്വന്തം നേട്ടത്തിന് വേണ്ടി കോൺഗ്രസിന് ഈ വർഗീയ ശക്തികളായിട്ട് കൂടുന്നതുകൊണ്ട് ഒരു നേട്ടമില്ല. കേരളം തകരുള്ളൂ വർഗീയ ശക്തികളെ കൊണ്ട്. അതുപോലെ അടൂരിലെ ടിജോ തോമസ് എന്ന് പറയുന്ന ഒരു തീവട്ടി ഒരു കുടുംബം കലക്കി പാച്ചറുടെ അടുത്ത് ഉമാ തോമസ് ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോകുന്നത് അത് ആന്റോ ആന്റണിയാണ്. ആന്റോ ആന്റണിയും ഭാര്യയും ഇപ്പോൾ പെന്തക്കോസ്താണ്. അപ്പോൾ ആ ആന്റോ ആന്റണി ഇവനും തമ്മിലുള്ള ഒരു കുറേ ഉഡായിപ്പ് ബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, ബിസിനസ് പല കാര്യങ്ങളിലും ബന്ധമുണ്ട്. ഇവരൊക്കെ ഒരു ഉഡായിപ്പ് കമ്പനികളാണ് കേരള രാഷ്ട്രീയത്തിലെ. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഉമാ തോമസിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്നത്. എന്തായാലും അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചുകൊണ്ടൊന്നുമല്ല ആ വോട്ട് കിട്ടിയത്. PT തോമസ് തന്നെ തൃക്കാക്കര നല്ല വോട്ടിന് ജയിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹത്തിനോടുള്ള കടപ്പാട് ജനം വോട്ട് ചെയ്തതിൻ്റെയാണ് ആ വോട്ട് കിട്ടിയത്.
ഇതെല്ലാം ഒരു നാടകമാണ്. ഓരോ സമുദായത്തിനെയും കയ്യിലെടുക്കാൻ വേണ്ടി ഉമാ തോമസിനെയും കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം അടുത്ത തവണ ഒരു ഇലക്ഷൻ മത്സരിക്കും. ബന്ധക്കോസുകാർ പറയും, അയ്യോ നമ്മളുടെ വിശ്വാസിയല്ലേ, ഉമാ തോമസിനെ കൊണ്ട് ഇലക്ഷൻ മുമ്പ് വന്ന ആളാണ് സതീശൻ. ഇങ്ങനെ ഓരോ സമുദായത്തിനെയും അവരുടെ മുമ്പിൽ പോയി പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് സ്വന്തം നേട്ടത്തിലേക്ക് വേണ്ടിയുള്ള കളികളാണ് ഈ കളിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വേറൊരു തമാശ ഓർമ്മ വരുന്നത്. തിരുവനന്തപുരത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമുഖ ഒരു PR കൺസൾട്ടിങ് ഗ്രൂപ്പുണ്ട്. അതിലൊരു പ്രമുഖനാണ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രസംഗങ്ങൾ എഴുതുന്നത്. അതായത് ഇദ്ദേഹം പ്രസംഗിക്കാൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ വിവരങ്ങൾ തലേദിവസം കൊടുക്കും. ഇപ്പം SNDPയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണെങ്കിൽ ഗുരുദേവ ദർശനങ്ങൾ, ഗുരുദേവ കൃതികൾ, ഗുരുദേവൻ്റെ സൂക്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഇദ്ദേഹം ഒരു ഗുരുദേവനെക്കുറിച്ച് ഒരു ആധികാരികമായി അറിയാവുന്ന സകലതും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നൊരു ഫീല് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രസംഗങ്ങളായിരിക്കണം എവിടെ പോയാലും ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം. വലിയ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് അവരാണ് ഇദ്ദേഹത്തിന് പ്രസംഗം കൊടുക്കുന്നത്. അന്നേരം അവരോട് ഇദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു 10-25 വിശ്വവിഖ്യാതരായ എഴുത്തുകാരുടെ ലിസ്റ്റ് വേണം. അവരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് വേണം. അവരുടെ പ്രധാനപ്പെട്ട കൃതികളുടെ ഒരു ജിസ്റ്റ്, ഒരു ഹൈലൈറ്റ്സ്, അതിൻ്റെ ഒരു അന്തസത്ത എന്താണെന്ന് എനിക്ക് ചുരുക്കി ഏതാനും 4-5 വാക്യങ്ങളിൽ സമ്മറൈസ് ചെയ്തും വേണം. ഇങ്ങനെ ഈ ഒരു 10-25 വിശ്വവിഖ്യാതരായ എഴുത്തുകാരുടെയും ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഡീറ്റെയിൽസ് ഇദ്ദേഹം എടുപ്പിച്ചിട്ട് ഓരോ പ്രസംഗത്തിന് ചെല്ലുമ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ 30ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആ വേദിയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പ്രസംഗം നടത്തി. ഏത് പ്രസംഗവേദിയിൽ ചെന്ന് കഴിഞ്ഞാലും ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എഴുതുന്നവർ, അത് അവരുടെ ആ PR ഏജൻസി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ വിശ്വവിഖ്യാതരായിട്ടുള്ള എഴുത്തുകാരുടെ, ചിന്തകരുടെ കോട്ടിങ്ങുകളും അവരുടെ 1-2 പുസ്തകങ്ങളുടെ പ്രതിപാദിക്കും. ആ ഒരു ആവശ്യമില്ലെങ്കിൽ പോലും ഇദ്ദേഹം വിശ്വവിഖ്യാതരായ ഒരു എഴുത്തുകാരൻ്റെ പേരും പറയും, അദ്ദേഹത്തിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് അതിനകത്ത് വിളക്കുകയും ചെയ്യും. ഇതിലൂടെ ഇവർ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ ഇയാൾ വിശ്വവിഖ്യാതരായ ഇവരുടെ എല്ലാം കൃതികൾ വായിച്ച് ഹൃദ്യസ്ഥമാണ്, അതിനെക്കുറിച്ചെല്ലാം ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ളൊരു ശ്രമമാണ്. അന്നേരം ഇത് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബൈബിൾ വാക്യങ്ങൾ എഴുതി കൊടുക്കുന്നതും ഈ സൂക്തങ്ങൾ എഴുതി കൊടുക്കുന്നതും ഈ വിശ്വവിഖ്യാതരായവരുടെ കൃതികളെക്കുറിച്ചും എല്ലാം ഇത് എഴുതി കൊടുക്കുന്നത് ഈ PR ഏജൻസിയാണ്. അവരുടെ ഈ പൊസിഷനിങ് ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടൻറ്റുകൾ കൊടുക്കുന്നത്. ഇതല്ലാതെ ഈ കേക്കച്ചൻ്റെ കഴിവല്ല, ഇവൻ വെറും ഉടായ്പാണ്, ഇത് തലേദിവസം അവരെഴുതി കൊടുക്കുന്ന പ്രസംഗം മഗപ്പ് ചെയ്ത് പറയുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്രകാരം ഒരു പെർസെപ്ഷൻ ഇദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഈ കൂറപ്പണി ഇയാൾ കാണിക്കത്തില്ലായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേക്കച്ചനോടുള്ള ഒരു അഡ്വൈസ് കൂടാണ്. ഈ കേക്കച്ചന് PR പണി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളൊരു അഡ്വൈസാണ് ഞങ്ങൾ തരുന്നത്. കാരണം ഇത് രണ്ടും പൊസിഷനിങ് ചെയ്യുമ്പം രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. അതായത് ഒരാളുടെ ഒരു ആക്ച്വൽ റിയാലിറ്റി, ഇപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. എന്നെ വലിച്ചു നീട്ടി വികസിപ്പിച്ച് എന്നെ മറ്റെന്തോ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു അല്പം എക്സാജറേറ്റ് ചെയ്യാം. എന്നാൽ 360 ഡിഗ്രി ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ ഇയാൾ വലിയ മഹാനാണ്, മറ്റൊരു സംഭവമാണെന്ന് വരിക്ക് തീർക്കാൻ ശ്രമിച്ചാൽ ഇത് രണ്ടും പൊട്ടിക്കേറിപ്പോവും. കാരണം നിങ്ങൾ പൊസിഷൻ ചെയ്യുന്നത് ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒരു പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും, ഇയാൾ ആക്ച്വലി റിയാലിറ്റി വരുമ്പോഴത്തേക്കും ഇയാളുടെ പ്രവൃത്തിയിലൂടെ വേർഡ്സും ഡീഡ്സും തമ്മിൽ യാതൊരു സാമ്യവും കാണത്തില്ല, പൊട്ടിക്കേറിപ്പോവും. ആ പ്രകാരം കീറിപ്പറഞ്ഞു നിൽക്കുന്ന പൊങ്ങച്ചനെ, കേക്കച്ചനെയാണ് കേരള സമൂഹം ഇപ്പോൾ കാണിക്കുന്നത്. അത് ഞങ്ങൾ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് സൂമിൻ ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് മാത്രം. അതുപോലെ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. ഇന്ന് കേരളത്തിലുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഓരോ മാപ്രകളുടെയും, മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാലും ആ ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ എല്ലാം ആത്യന്തികമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ജോൺ ബ്രിട്ടാസ് ആകുകയോ, അതല്ലെങ്കിൽ മിനിമം ഒരു വീണ ജോർജ് ആകണം, അതല്ലെങ്കിൽ നമ്മുടെ മാധ്യമ ഉപദേഷ്ടാവ് പ്രഭാവർമ്മയെ പോലെയോ, അതല്ലെങ്കിൽ പ്രസ് സെക്രട്ടറി മനോജിനെ പോലെയോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫർമേഷൻ കമ്മീഷണർ ഒക്കെ ആകാൻ വേണ്ടിയാണ് ഇന്ന് ഓരോ മാധ്യമപ്രവർത്തകരും ശ്രമിക്കുന്നത്. ഇയാൾ ഭരണത്തിൽ വരുമ്പോൾ ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷണർ ആകാം, അതല്ലെങ്കിൽ പ്രസ് സെക്രട്ടറി ആകാം, അതല്ലെങ്കിൽ മാധ്യമ ഉപദേഷ്ടാവാകാം, അതല്ലെങ്കിൽ PR ടീമിൻ്റെ ഹെഡ് ആവാം, അതല്ലെങ്കിൽ ഒരു PSIയിലും ആകാം, മീഡിയ കോർഡിനേറ്റർ ആകാം എന്നൊക്കെ കരുതിയാണ് ഇന്ന് ഇവിടുത്തെ ഓരോ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിലെയും മാപ്രകൾ വർക്ക് ചെയ്യുന്നത്. അപ്രകാരം വരുമ്പോഴത്തേക്കും ഇവർക്കെല്ലാം ഇത്തരം ഓരോ ഓഫറുകൾ കൊടുക്കും. ഞാൻ വന്നാൽ പരിഗണിക്കാൻ കേട്ടോ, ഇപ്രകാരം പരിഗണിക്കപ്പെടും ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഇവന്മാർ മത്സരിച്ച് ഇവന്മാരെ ഇൻഫ്ലേറ്റ് ചെയ്ത് വീർപ്പിച്ച് വിടുന്നത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം.
ഇവരെല്ലാം ഒന്നെങ്കിൽ ഈ പദവികൾ, അതല്ലെങ്കിൽ മത്സരിക്കുവാൻ. ഇപ്പം നമുക്കറിയാം ഈ മുട്ടിൽ മരമുറി ചാനലിലെ ഇയാളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. അന്നേരം അവർക്കൊക്കെ ആരോഗ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞേക്കാണ്. ആണോ? അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇങ്ങനെയൊക്കെ പലർക്കും ഓരോ ഓഫറുകൾ കൊടുത്തിട്ടാണ് ഇയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം അതുകൊണ്ട് ഈ കാള വാല് പൊക്കുമ്പോൾ എന്തിനെന്ന് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കുന്ന പോലെ ഈ മാപ്രകളുടെ ഇപ്രകാരമുള്ള ഈ സ്തുതിപ്പിക്കലുകളും ഇപ്രകാരമുള്ള ഈ പ്രകീർത്തനങ്ങളുമൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും വലിയ നട്ടലോടുകൂടി നിന്ന് ധൈര്യപൂർവ്വം ആരും വാർത്തകൾ പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ വാർത്തകൾ നൽകാത്തതിൻ്റെ കാരണം തന്നെ ഇവർക്കെല്ലാം ഇപ്രകാരമുള്ള അവരുടെ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ അവർ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്രകാരം ഏതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടി വല്ല മന്ത്രിയോ തന്ത്രിയോ MLA യോ ആകാൻ പറ്റുമോ, അതുമല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഏതെങ്കിലും പദവികൾ കിട്ടുമെന്ന് കരുതിയാണ് ഓരോരുത്തരും ഇന്ന് വർക്ക് ചെയ്തത് എന്ന് നിങ്ങൾ കാണുക. അതുകൊണ്ട് ഈ പൊങ്ങച്ചന്മാരെ വളർത്തിവിടുന്നത് ഇപ്രകാരമുള്ള എലമെൻറ്റുകൾ, ഇവിടെയുള്ള ഈ മാപ്രകളും ഈ ഇത്തരത്തിലുള്ള PR സംവിധാനങ്ങളുമാണെന്ന് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.